ഇടുക്കി ജില്ലയിലെ പാതയോരങ്ങളിലെ ഭീമൻ കല്ലുകളും മരങ്ങളും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മഴക്കാലത്തിന് മുൻപ് നീക്കം ചെയ്തില്ല എങ്കിൽ ഹൈറേഞ്ചിന് കാത്തിരിക്കുന്നത് വലിയ അപകടത്തിന്റെ സാധ്യതകളാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ PWDയും വൈദ്യുതി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നീങ്ങുമ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് യാത്രക്കാരാണ്. കഴിഞ്ഞ ദിവസം ബസ്സിന് പുറകിലേക്ക് ഭീമൻ കല്ല് വീണ് യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഷിജു ഉള്ളുരുപ്പിൽ വ്യാപാരി വ്യവസായ സമിതി നെടുങ്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇതുപോലെ മഴക്കാലമായിട്ടും നിരുത്തരവാദപരമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? മലയോര മേഖലകളാണ്. കഴിഞ്ഞ ദിവസം ഈ കല്ല് ഉരുണ്ടുവന്ന് ബസ്സിന് മുകളിൽ വീണത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സുരക്ഷയില്ലാത്ത പ്രദേശങ്ങൾ ഉണ്ടോ? എന്താണ് ഇതിന് നടപടി സ്വീകരിക്കാൻ വൈകുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ ലാസ്റ്റ് കണ്ട ഉദാഹരണമാണ് ഈ കുട്ടിക്കാനം മുണ്ടക്കയം റോഡിൽ KSRTC ബസ്സിലേക്ക് കല്ല് ഉരുണ്ടു വീണത്. രാത്രിയായതിനാലും ചെറുവാഹനങ്ങൾ നിരത്തിലില്ലാത്തതിനാലും വളരെ വലിയ ഒരു അപകടമാണ് ഒഴിവായത്. എന്നാൽ PWD റോഡ് പണിയുടെയൊക്കെ മറവിൽ വലിയ വലിയ തെറ്റിലുകളും ഒക്കെ എടുത്തതിന് ശേഷം അതിന്റെ മണ്ടയിലുള്ള കല്ലുകളൊന്നും കറക്റ്റ് മാറ്റാതെ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതെ അവനവന്റെ ലാഭത്തിന് മാത്രം നോക്കിക്കൊണ്ടാണ് റോഡ് പണികളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ KSEBയുടെ ഭാഗത്തു നിന്നും നിരുത്തരവാദമായ പല കാര്യങ്ങളുമാണ് നടക്കുന്നത്. KSEB ടച്ചുവെട്ടിന്റെ പേരിൽ ചെറിയ ചെറിയ കമ്പുകൾ വെട്ടിമാറ്റുന്നതല്ലാതെ ആൾക്കാർക്ക് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളോ യാതൊന്നും വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതാത് പഞ്ചായത്തിന്റെ കീഴിലുള്ള വലിയ മരങ്ങളും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതും ഒന്നും വെട്ടുന്നില്ല. ചിലപ്പോൾ ഈ മഴക്കാലമൊക്കെ തുടങ്ങി വലിയ മഴ വന്നതിന് ശേഷം മാത്രമാണ് ആൾക്കാർക്ക് നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന മരം അപകടകരമാണ്, നിങ്ങളത് വെട്ടിമാറ്റണം എന്നുള്ള നോട്ടീസ് കൊടുക്കുന്നത്. ഈ നോട്ടീസ് കൊടുത്താലും ആൾക്കാർക്ക് ഈ സമയങ്ങളിൽ വലിയ മഴയൊക്കെ വരുന്ന സമയങ്ങളിൽ ഒരു പണിക്കാരെ കിട്ടാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. മറ്റൊരു കാര്യം, റോഡുകൾക്ക് സൈഡിൽ മണ്ണെടുക്കുമ്പോൾ അല്ലെങ്കിൽ തിണ്ട് നിൽക്കുന്ന സമയത്ത് അത് നിശ്ചിത സ്ലോപ്പ് വേണം എന്നൊക്കെ നിയമം ഉള്ളതാണ്. അങ്ങനെ ഇല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും മലയോര മേഖലകളിൽ ഇതുപോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ PWDയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ടോ? ഒരു നടപടികളും ഉണ്ടാകാറില്ല. ഹൈറേഞ്ചിനെ പാടെ അവഗണിച്ച രീതിയാണ് എല്ലാ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിനൊരു മാറ്റം വരണം. സർക്കാർ ഇതിനകത്ത് ഇടപെടണം. വേണ്ടപ്പെട്ട വകുപ്പ് മേധാവികൾ, മന്ത്രിമാര് ഇതിനകത്ത് ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മറ്റൊരു കാര്യം, ഇടുക്കി ഒരു പ്രധാനമായിട്ടുള്ള ടൂറിസം മേഖല കൂടിയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള നടപടികളാണ് ജനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുന്നത്? കാരണം ഇനി വരും ദിനങ്ങളിലും അല്ലെങ്കിൽ ഈ വർഷം അടക്കം അടുത്ത വർഷം എല്ലാ കാലഘട്ടത്തും ഒരുപാട് ടൂറിസ്റ്റുകൾ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് കൂടിയാണല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, കേരളത്തിൽ നിന്ന് മാത്രമുള്ളതല്ലല്ലോ. അപ്പോൾ ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് ഗവൺമെന്റിൽ നിന്നും? ഈ കേരളത്തിൽ തന്നെ ലോക ഭൂപടത്തിൽ ടൂറിസത്തിൽ ഇടം പിടിച്ച കുമളി, തേക്കടി, അതുപോലെ തന്നെ മൂന്നാർ എന്നീ സ്ഥലങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇങ്ങോട്ട് ദിനം പ്രതി 10,000-കണക്കിന് ആൾക്കാരാണ് ഒഴുകിയെത്തുന്നത്. വെളിനാടുകളിൽ നിന്നും അന്യരാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തന്നെ ആൾക്കാർ എത്തുന്നുണ്ട്. എന്നാൽ ഇവർക്കൊന്നും ഒരു ശാശ്വതമായ സുരക്ഷിതത്വമുള്ള ഒരു യാത്രയല്ല ഈ മഴക്കാലമായാൽ പ്രത്യേകിച്ച് അനുഭവപ്പെടുന്നത്. അതിന് എല്ലാവിധ ടൂറിസം മന്ത്രി ഇടപെട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. PWDയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം തന്നെയാണെങ്കിലും ഹൈറേഞ്ചിൽ കൂടെ 2-3 മലയോര ഹൈവേകൾ കടന്നു പോകുന്നുണ്ട്. ഈ വഴിക്കും എല്ലാം കല്ല് പൊട്ടിക്കുന്നിടത്തും ഒക്കെ മണ്ടൽ മുകൾ ഭാഗത്ത് കല്ലുകളൊക്കെ ഇരിക്കുകയാണ്. ഇതൊക്കെ റോഡിലേക്ക് വീണാൽ ഭയങ്കരമായ അപകടങ്ങൾ ഉണ്ടാകാം. ചെറിയ വണ്ടികളൊക്കെ ചെറിയ പരിക്കുകളൊക്കെ വന്നാൽ പുറത്തറിയുന്നില്ല. ഈ KSRTCയുടെ ഇതുപോലെ ഇത്ര യാത്രക്കാരൊക്കെ ഉള്ളതാണ് പുറത്തറിഞ്ഞത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മറ്റൊരു കാര്യം, ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇത്തരം ഭീഷണികൾ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ഇടുക്കിയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നത് എന്ന്? ഏറ്റവും പ്രശ്നം കൂടുതലുള്ളത് കുട്ടിക്കാനം, അതുപോലെ തന്നെ മുണ്ടക്കയം റോഡിലാണ് ഏറ്റവും പ്രശ്നമുള്ളത്. മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ കുന്നാണ്, ചെരുവ് സ്ഥലങ്ങളിലുള്ള കല്ലുകൾ ഇരിക്കുകയാണ്, അതുപോലെ മരങ്ങളുണ്ട്. അതുപോലെ തന്നെ അടിമാലി ഇന്ന് കോതമംഗലം എറണാകുളം പോകുന്ന കൊച്ചി റോഡില് ഭയങ്കരമായ ഇങ്ങനെ മണ്ടയിൽ നിന്ന് കല്ലുകൊണ്ട് വരുന്ന സാഹചര്യമുണ്ട്.
മറ്റൊന്ന് ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും വാഹനങ്ങൾ ഇതുപോലെ അപകടം ഉണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ്? നേരത്തെ ഇഷ്ടം പോലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വാഹനങ്ങളും ചെറിയ പരിക്കുകളും ഒക്കെ ആയതുകൊണ്ട് പുറം ലോകം അറിയാതെ പോയി. ഇപ്പൊ ഈ KSRTC ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ അറിഞ്ഞു വന്നത്. ഇതിന് എന്തെങ്കിലും നടപടികൾ എടുത്തിരുന്നോ? ഐ മീൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ KSCയുടെ, കാരണം പരാതികൾ മുൻപും ഉണ്ടായിട്ടുണ്ടല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നോ ഏതെങ്കിലും തരത്തിലുള്ളത്? ഒരു നടപടികൾ സ്വീകരിച്ചായിട്ട് നമുക്കറിയത്തില്ല. നമുക്കറിയാം ഈ ജലജീവൻ മിഷന്റെ ഒക്കെ പേരിൽ റോഡ് സൈഡിൽ കുഴിയെടുത്തതിന് ശേഷം പൈപ്പൊക്കെ വളരെയധികം കൊണ്ടിടുന്ന സാഹചര്യമുണ്ട്. ആ കുഴി എന്നിട്ട് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ മൂടാതെ അറിയത്തില്ലാത്ത ടൂറിസ്റ്റുകളുടെ സഹിതം വണ്ടി വരുമ്പോൾ അത് റോഡിൽ നിന്നും തെന്നി മാറി ആ കുഴിയിൽ പോകുന്ന സാഹചര്യം വരെയുണ്ട്. ഇതിനൊന്നും ശാശ്വതമായി ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല. അല്ല, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും റൂറൽ ഏരിയയിൽ അടക്കം റോഡുകൾ വെട്ടി പൈപ്പ് ഇട്ടതിന് ശേഷം ഇതുവരെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇടുക്കിയുടെ ഭാഗങ്ങളിലും ഈ മലയോര മേഖലയിലെല്ലാം അത് അനുഭവപ്പെടുന്നു. ടൂറിസ്റ്റുകൾ പോകുന്ന ഇടങ്ങളിലെല്ലാം അത് കുഴികളുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു ഒരു അനാസ്ഥയുടെ ഭാഗം കൂടിയാണ്. എന്ത് ചെയ്യാൻ കഴിയും, ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത്? നാട്ടുകാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം ഈ മഴക്കാലം തുടങ്ങി, ഇനിയിപ്പോൾ നടപടികൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഈ മഴക്കാലത്ത് എന്താണെങ്കിലും രൂക്ഷമായിട്ടുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖല കൂടിയാണല്ലോ. പലതരം പ്രതിഷേധങ്ങളും നാട്ടുകാരുടെ ഭാഗത്ത് ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് വലിയ ഒരു അപകടമായതിനു ശേഷം വലിയ പ്രതിഷേധം ഉണ്ടായാൽ മാത്രമേ ഇത് ചെയ്യുകയുള്ളെന്നുള്ള രീതി സർക്കാർ സംവിധാനം ഇത് മാറ്റണം. ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ KSRTCയിൽ അവിടെ കല്ല് വീണപ്പം തന്നെ നമുക്കറിയാം, ചെറിയൊരു വാഹനം, ഒരു കാർ ആയിരുന്നെങ്കിൽ ആ കാർ ഇല്ലാതെ പോയേനെ. 5 6 ജീവൻ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലാതെ പോയേനെ. അത് സംഭവിക്കാതെ ഇനിയാണെങ്കിലും അതിന് മുന്നോട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ. വളരെ നന്ദി, അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.